2019 രാജ്യാന്തര ചാനലായ BBC ന്യൂസ് വാരണാസിയിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി MP ആയ പ്രദേശത്ത് 5 കൊല്ലം എന്ത് വികസനമാണ് നടത്തിയതെന്നറിയാൻ വേണ്ടി ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ജനങ്ങളുടെ ഇടയിലേക്ക് അയച്ചത് മുൻനിര ജേർണലിസ്റ്റുകളെ ആരെയുമായിരുന്നില്ല, പകരം ഒരു 24 വയസ്സുകാരനെ ആയിരുന്നു. വാരണാസി മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി നോർമൽ ജേർണലിസ്റ്റുകളെ ശൈലിയുള്ള വ്യക്തി ആയിരുന്നില്ല ആ സെൻസേഷണൽ ന്യൂസ് കവർ ചെയ്യാൻ വിളിച്ചത്. ആ വ്യക്തിയുടെ പേരാണ് ധ്രുവ് രാഠി. ആരാണ് ധ്രുവ് രാഠി? ഇപ്പോൾ പലയിടത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണത്. ആരാണ് ധ്രുവ് രാഠി? എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പേര് കേട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആരാണ് ധ്രുവ് രാഠി എന്ന് നോക്കുകയാണ്. സോ വി ആർ ബിൽസ് മീഡിയ, സപ്പോർട്ട് അവർ ചാനൽ ഫോർ ലൈക്ലി വീഡിയോസ്. ബാക്ക് ടു ദ ടോപ്പിക്. ധ്രുവ് രാഠി ഒരു ഇന്ത്യൻ യൂട്യൂബറും വ്ളോഗറും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും കൂടിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് സോഷ്യലും പൊളിറ്റിക്കലും എൻവയോൺമെന്റലുമായ ഇഷ്യൂസിൽ തൻ്റെ അഭിപ്രായം യൂട്യൂബിൽ ഇട്ടുകൊണ്ടാണ്. ഇദ്ദേഹം ഹരിയാനയിലാണ് ജനിച്ചു വളർന്നത്. 2014 മുതലാണ് സോഷ്യൽ മീഡിയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ എടുത്തത് ജർമ്മനിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അതിനാൽ ഒരു ജർമ്മൻ റെസിഡൻസ് കൂടിയാണ്. ട്രാവൽ കണ്ടന്റ്സ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വരവ് പിന്നീട് എക്സ്പ്ലെയിനറിലേക്കും ഫാക്ട് റിവീലിംഗിലേക്കും തിരിഞ്ഞു. BJP ഗവൺമെൻറ് അധികാരത്തിലെത്തിയ അതേ കൊല്ലം ഒക്ടോബറിലാണ് ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. BJP എക്സ്പോസ്ഡ് ലൈ ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്ന ടൈറ്റിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും പറഞ്ഞതിൽ വിപരീതമായി ചെയ്ത ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോ ആയിരുന്നു അത്. തൻ്റെ ആദ്യ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ പിന്നീടുള്ള BJP സംഘപരിവാർ ഗവൺമെന്റിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. രാജ്യം ചർച്ച ചെയ്ത പല കാര്യങ്ങളെയും കുറിച്ചും സത്യങ്ങൾ പറയാൻ തുടങ്ങി. സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, യോഗി ആദിത്യനാഥ് UPയിൽ മുഖ്യമന്ത്രിയായത്, ധനകാര്യ ബിൽ, ഇലക്ട്രോണിക് മെഷീൻ ഹാക്കിംഗ്, അങ്ങനെ പല വിഷയങ്ങളിലും ധ്രുവ് BJPയെ നിശിതമായി വിമർശിച്ചു. മോദിയുടെയും രാഹുലിന്റെയും പ്രസംഗത്തിൽ ആരാണ് മികച്ചത്, കറൻസി നിരോധനം കൊണ്ട് ആർക്കാണ് ലാഭമുണ്ടായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ധൈര്യപൂർവ്വം തന്നെ ധ്രുവ് പറഞ്ഞു. എത്ര വലിയ വിഷയമാണെങ്കിലും വളരെ സിമ്പിളായി അത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നതാണ് ധ്രുവിൻ്റെ പ്രത്യേകത. നാഷണൽ ലാംഗ്വേജായ ഹിന്ദിയിൽ തന്നെയാണ് ധ്രുവ് സംസാരിക്കുന്നത്. ധ്രുവിന് കിട്ടിയ ഈ സ്വീകാര്യത BJP സൈബർ ഇടങ്ങളെ നന്നായി തന്നെ അസ്വസ്ഥരാക്കിയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനുകളും സൈബർ ആക്രമണങ്ങളും തുടങ്ങി. ഇതെല്ലാം ധ്രുവ് രാഠിയുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കൂടാതെ കേരള സ്റ്റോറി എന്ന മൂവി ഫേക്കാണെന്നും കേരളത്തിനെതിരെയുള്ള ഈ സിനിമയെക്കുറിച്ചും ധ്രുവ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലൂടെയാണ് മലയാളികൾക്കിടയിലേക്ക് ധ്രുവ് കൂടുതൽ പരിചിതനായത്. 19 മില്യൺ പേരാണ് ആ വീഡിയോ കണ്ടത്. അത് വ്യാപകമായ ചർച്ചയാവുകയും ചെയ്തു. 2024 ഈസ് ഇന്ത്യ ബിക്കമിങ് എ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന ടോപ്പിക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. വേഗം തന്നെ ട്രെൻഡിങ്ങിലെത്തിയ ആ വീഡിയോ റഷ്യയിലെ വ്ളാഡിമിർ പുടിനോടും നോർത്ത് കൊറിയയിലെ കിം ജോങുനും കൂടിയാണ് മോദിയെ താരതമ്യം ചെയ്തത്. ട്രെൻഡിങ്ങിൽ ധ്രുവ് കയറിക്കൊണ്ടേയിരുന്നു. ഇലക്ടോറൽ ബോണ്ട് വിഷയത്തിലും ധ്രുവ് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ ലളിതമായാണ് ധ്രുവ് രാഠി ഓരോ വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നത്. തിരഞ്ഞെടുപ്പിലെ അട്ടിമറി സാധ്യത, ആസാം BJP നേതാവിൻ്റെ കയ്യിൽ നിന്നും EVM കണ്ടെടുത്ത സംഭവം, 19 ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായ സംഭവം എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ ധ്രുവ് രാഠി സത്യങ്ങൾ നിരത്തി. ദ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന ടോപ്പിക്കിൻ്റെ 2ാം ഭാഗത്തിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റും കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ നരേന്ദ്രമോദിയെയും BJPയെയും ചോദ്യം ചെയ്യുന്ന വീഡിയോകളുമായി ധ്രുവ് വരുമെന്നുള്ളത് ഉറപ്പാണ്. വലിയ ചാനലുകളുടെ സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സിനെയും 8 വർഷം കൊണ്ട് ധ്രുവിന് നേടാനായി. മറ്റു മാധ്യമങ്ങൾ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നിടത്താണ് ധ്രുവ് രാഠി ഒറ്റയാൾ പട്ടാളമാവുന്നത്. ധ്രുവ് രാഠി എന്ന വ്യക്തിയെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇലക്ഷൻ എടുക്കാറായ ഈ സമയത്ത് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയിക്കുക. സോ ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇറ്റ്സ് ബിൽസ് മീഡിയ.